ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. ആശാ വർക്കർമാരുടെ ആവശ്യം അംഗീകരിച്ച് സംസ്ഥാന സർക്കാർ. വിരമിക്കൽ പ്രായം 62 ആക്കിയ നടപടി മരവിപ്പിച്ചു. 2022 മാർച്ച് 2 ഉത്തരവ് മരവിപ്പിച്ചുകൊണ്ടുള്ള പുതിയ ഉത്തരവാണ് ഇറക്കിയത്. 62 വയസ്സിൽ പിരിഞ്ഞു പോകണമെന്ന മാർഗരേഖയ്ക്കെതിരെ ആശാപ്രവർത്തകർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തു വന്നിരുന്നു. മന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് പിന്നാലെ മാർഗരേഖ പിൻവലിക്കുമെന്ന് ആരോഗ്യമന്ത്രി വാക്കാൽ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപ നൽകണമെന്നതും ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നതുമടക്കമുള്ള ആവശ്യം ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. പ്രശ്നം പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിക്കാനുള്ള തീരുമാനവും നടപ്പിലായില്ല. വേതന വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തിവരുന്ന രാപ്പകൽ സമരം 69ാം ദിവസത്തിലേക്ക് കടക്കുന്നതിനിടെയാണ് സർക്കാർ തീരുമാനം. സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് സമരസമിതിയുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബി-ഫാം, എം-ഫാം പ്രോഗ്രാമുകളുടെ പാഠ്യപദ്ധതി പരിഷ്കരിക്കുന്നു. പുതിയ പാഠ്യപദ്ധതി അടുത്ത വർഷം പ്രാബല്യത്തിൽ വരും. എം-ഫാം കോഴ്സിൽ ഗവേഷണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകും. ദേശീയ വിദ്യാഭ്യാസ നയം 2020 അനുസരിച്ചുള്ള മാറ്റങ്ങളാണ് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ നടപ്പിൽ വരുത്തുക. ഇൻഡസ്ട്രി ഫാർമസി, ക്ലിനിക്കൽ ഫാർമസി എന്നീ സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാമുകൾ കൂടി ഇനി ലഭ്യമാകും. ആദ്യ 4 സെമസ്റ്ററിൽ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, ഫാർമക്കോളജി തുടങ്ങിയ പൊതുവായ വിഷയങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തുടർന്നുള്ള 2 വർഷങ്ങളിലാകും സ്പെഷ്യലൈസ്ഡ് പഠനം പൂർത്തിയാക്കുക. മൾട്ടിപ്പിൾ എൻട്രി എക്സിറ്റ് രീതിയും അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് സംവിധാനവും ഉണ്ടാകും. ബിരുദ പ്രോഗ്രാം 2 വർഷം പിന്നിടുമ്പോൾ ഡിപ്ലോമ ലഭിക്കും. ബിരുദ PG തലങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ബ്ലോക്ക് ചെയിൻ, റോബോട്ടിക് ഫാർമസി വിഷയങ്ങൾ ഉൾപ്പെടുത്തുന്നതും പരിഗണനയിലുണ്ട്. മാറ്റം നടപ്പിലാക്കാനായി PSI അംഗങ്ങളും വ്യവസായ പ്രതിനിധികളും അക്കാദമിക് വിദഗ്ധരും ഉൾപ്പെടുന്ന സമിതി രൂപീകരിച്ചു. 2014 പരിഷ്കരിച്ച പാഠ്യപദ്ധതിയാണ് ഫാർമസി പഠനത്തിൽ ഇപ്പോഴുള്ളത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷന് കീഴിൽ വിവിധ റീജിയനുകളിൽ സ്പെഷ്യലിസ്റ്റ് ഗ്രേഡ് തസ്തികയിൽ 558 ഒഴിവിലേക്ക് നേരിട്ടുള്ള നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. കേരളം, ആന്ധ്രാപ്രദേശ്, അസം, ചണ്ഡീഗഡ്, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, ജാർഖണ്ഡ്, കർണാടക, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഡൽഹി, ഹരിയാന, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലാണ് അവസരം. കേരളത്തിൽ 34 ഒഴിവുകളുണ്ട്. അംഗീകൃത മെഡിക്കൽ യോഗ്യത, ബന്ധപ്പെട്ട സ്പെഷ്യാലിറ്റിയിൽ PG ബിരുദം, 5 വർഷത്തെ പരിചയവുമാണ് യോഗ്യത. പ്രായപരിധി 45 വയസ്സ്. ശമ്പളം 78,800 രൂപ. പട്ടിക വിഭാഗം, സ്ത്രീകൾ, വിമുക്ത ഭടന്മാർ, ഭിന്നശേഷിക്കാർ എന്നിവർക്ക് അപേക്ഷാ ഫീസ് ഇല്ല. മെയ് 26 വരെ അപേക്ഷിക്കാം.